ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാവരെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് പഞ്ചമാതാക്കളെക്കുറിച്ചാണ്. നമുക്ക് വ്യഷ്ടിതലത്തിൽ 5 അമ്മമാരുണ്ട്, അതുപോലെ സമഷ്ടിതലത്തിലും 5 അമ്മമാരുണ്ട്. വ്യഷ്ടിതലത്തിൽ നീതിസാരത്തിൽ പറയുന്നുണ്ട്, ഗുരുപത്നി, രാജപത്നി, ജ്യേഷ്ഠപത്നി, പത്നി മാത, സ്വമാത. ഇതാണ് 5 അമ്മമാർ. ഇവിടെ ഗുരുപത്നിയെ അമ്മയായിട്ടാണ് കാണേണ്ടത്. അതുപോലെ രാജപത്നിയെ അഥവാ മഹാറാണിയെ അമ്മയായിട്ട് കാണണം എന്നാണ് പറയുക. ജ്യേഷ്ഠപത്നി, നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയാണ്, ജ്യേഷ്ഠത്തി അമ്മ എന്നാണ് നമ്മൾ പറയുക. അതുപോലെ പത്നി മാത, ഭാര്യയുടെ അമ്മ, നമ്മുടെ അമ്മയായിട്ടാണ് കാണേണ്ടത്. പിന്നെ സ്വമാത, സ്വന്തം പെറ്റമ്മ. ഈ 5 പേരെയും നമ്മൾ അതുപോലെ ആദരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇത് വ്യക്തിതലത്തിൽ. അടുത്തത് സമഷ്ടിതലത്തിൽ നമുക്ക് 5 അമ്മമാരുണ്ട്. ഈ പഞ്ചമാനബിന്ദുക്കൾ ഇത് നമ്മുടെ പഞ്ചമാതൃസങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. അതിതാണ്: 1 ഗംഗാമാത, 2 ഗീതാമാത, 3 ഗോമാത, 4 ഗായത്രി മാത, 5 ഭാരത് മാത. ഏതൊക്കെയാണ്? ഗംഗ, ഗീത, ഗോ, ഗായത്രി, ഭാരത് മാത. ഇങ്ങനെ 5 അമ്മമാർ. ഇതിൽ ഗംഗാമാത നമുക്കറിയാം, ഗംഗാദേവിയാണ്, അതുപോലെ ഗംഗാ നദിയാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം തന്നെ തീർത്ഥനിർമ്മിതി നടത്തുമ്പോൾ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ചാണല്ലോ തീർത്ഥനിർമ്മിതി തന്നെ നടത്തുന്നത്, ശംഖുപൂർണം നടത്തുന്നത്. അപ്പോൾ ഗംഗ എന്തിനേയും ഏതിനേയും പവിത്രീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നതാണ് ഗംഗാതീർത്ഥം. അപ്പോൾ അങ്ങനെ ഗംഗ മാതാവായി. അടുത്തത് ഗീതയാണ്, അത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയെപ്പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. അവിടെ അത് അമ്മയാണ്, ഗീതാ മാതാവാണ്. അതുപോലെ ഗോമാതാവാണ്, പശു. നമുക്കറിയാം മാതൃസങ്കല്പം, ഗോമാതൃസങ്കല്പമാണ് നമുക്കുള്ളത്. 4മത്തേതാണ് ഗായത്രി. ഗായത്രി മന്ത്രമാണ്, അത് വേദമന്ത്രങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ടാണ് അതിനെ ഗായത്രി മാത എന്ന് പറയുന്നത്. അടുത്തത് ഭാരത് മാത. നമ്മുടെ ഭാരതം, നമ്മുടെ ഈ പുണ്യഭൂമി, അത് അത്രത്തോളം ശ്രേയസ്കരമാണ്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലക്ഷ്മണൻ ലങ്ക, സ്വർണമയ്യായ ലങ്ക കണ്ട് അതിൽ ഭ്രമിച്ച് ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്, നമുക്കിനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, അഭി സ്വർണമയി ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനി ജന്മഭൂമിശ്ച സ്വർഗാതവികരീയസി എന്നാണ് പറയുക. അപ്പോൾ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അനുജ എന്ന് പഠിപ്പിക്കുന്നു രാമായണം. അപ്പോൾ ഈ 5 അമ്മമാരെയും ഭജിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും പാരത്രികമായ മോക്ഷപ്രാപ്തിയും പ്രദാനം ചെയ്യുന്ന മന്ത്രജപമാണ് ഈ പഞ്ചമാതൃസങ്കല്പം. അത് ഈ ഓം ഗംഗായേ നമ, ഓം ഗീതായേ നമ, ഓം ഗോമാതേ നമ, ഓം ഗായത്രീ ദേവിയേ നമ, ഓം ഭാരത് മാതാ നമ. ഇങ്ങനെ ഈ ജപിക്കുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞു, ഇനിയൊരു 50 വർഷത്തേക്ക് ഇനി നമ്മുടെ ഉപാസനാമൂർത്തി നമ്മുടെ ഭാരതാംബയാവട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തി നമുക്ക് കൈവരുവാൻ, എല്ലാ തലത്തിലുള്ള ഐശ്വര്യപ്രാപ്തിയും കൈവരുവാൻ നമുക്ക് ഈ പഞ്ചമാതാക്കളെ ഭജിക്കണം. എല്ലാവർക്കും നമസ്തേ.